കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നദ്ധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മുതലായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആവേശക്തനായ ദൈവമേ, സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും
അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷക്തന്റെ ശരീരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആഗ്രഹപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു.
ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ളപ്പനാകുന്നു. ശിഷ്യഗണീശോധൻ ശിഷ്യരെ അറിയിച്ച സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളൂ. എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നാകുന്ന ശരണത്തോടെ അപരാധിയിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവചനും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഒരുപ്പനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങൾ ആദരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നുപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സായ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ.
ആത്മാവോടും കൂടി വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകോഹാൻ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയുടെ സ്തുതിയായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വംശയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള സമയമാണ്. മുന്നിലായി നവവൈദികൻ വിശുദ്ധ കുർബാനയ്ക്ക് നൽകുന്നതാണ്. കുടുംബാംഗങ്ങളും ഏറ്റവും അടുത്ത ബന്ധുക്കളും മാത്രം അദ്ദേഹത്തിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദേവാലയത്തിൻ്റെ വശത്തായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ മറ്റുള്ളവർക്ക് സൗകര്യമൊരുക്കിയിരിക്കുന്നതാണ്. മിശിഹായുടെ ശരീര രക്തവും കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനം കാരണമാകട്ടെ. എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം കണ്ണിൽ ഈശോതൻ രൂപം നെഞ്ചിൽ ഈശോതൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം. എന്നീശോതൻ നാമം നീയൻ അരികിൽ വന്നു ഉള്ളം തളരിതമായി എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം
നിന്നിതമറിയാ ഹൃദയം പ്രാപ്തമാക്കൂ. ഇന്നിതമെല്ലാം തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാളെ എന്നീശോതൻ നാമം കാതെ എന്നീശോതൻ നാദം ഈശോതൻ രൂപം ഈശോതൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാകമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ ആചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിലെ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥാ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നീട ദൈവം നമ്മെ ദിവസി അവർ ഞാൻ
ദൈവകൃപയിൽ നാം ഏറ്റവും സന്തോഷത്തോടായിരിക്കുന്ന ഒരു അനുഗ്രഹീത ദിനമാണിന്ന്. ഇന്ന് പള്ളിയിൽ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ദൈവവിളി ഒരു മഹത്തായ അനുഗ്രഹമാണ്. ഒരുപാട് നാളത്തെ പ്രാർത്ഥനയുടെയും ഒരുക്കങ്ങളുടെയും ഫലമാണ് ഇന്നത്തെ ദിനം. നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു വൈദികനെ ദൈവം നമുക്ക് നൽകിയത് വലിയൊരു അനുഗ്രഹവും സന്തോഷവുമാണ്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ദൈവം നമ്മെ എത്രയോ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്നത്തെ ഈ ദിനത്തിനായി നമുക്ക് ദൈവത്തോട് നന്ദി അർപ്പിക്കാം. ഈ ദൈവങ്ങളെ നന്ദിയോടും പ്രാർത്ഥനയോടും ഓർക്കുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ നന്ദി അർപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ ഒരു താങ്ക്സ് ഗിവിംഗ് വീഡിയോ ഇനി നമുക്ക് കാണാം. ഈ വീഡിയോ കാണുന്നതിനായി സഹകാരികളെ ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. Neither death, nor life, nor angels, nor rulers, nor things present, nor things to come, no powers, no height, no depth, nor anything else in our creation will be able to separate us from the love of God in Jesus Christ our Lord. June 2, 1994, കുന്നത്തുപറമ്പിൽ കുര്യാക്കോസ് ജോസിൽ, ചക്കാലയ്ക്കൽ തോമസ് ക്രിസ്ത്യാനിയിൽ രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. And today, this kid got ordained as a religious priest. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതെ, ഇന്ന് ആ കുഞ്ഞ് ഒരു സന്യാസ പുരോഹിതനാണ്. ആൾത്താരയിലേക്കുള്ള യാത്രയിൽ എന്നെ കരുണയോടെ പൊതിഞ്ഞു പിടിച്ച ദൈവത്തിന് ഒരായിരം നന്ദി. കടന്നു വന്ന പ്രതിസന്ധികളിലും സംശയങ്ങളിലും എന്നെ കൈപിടിച്ച് നടത്തിയ പ്രത്യേക ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. I love you, O Lord, my strength. എന്നെ ഈ യാത്രയിൽ ഈശോയെ എനിക്ക് കാണിച്ചു തന്നതും ഈശോയിലേക്ക് എന്നെ നയിച്ചതുമായ എല്ലാവരെയും നന്ദിയോടെ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫാദർ ബെന്നി നിൽക്കര CMI, ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ, ഞങ്ങളുടെ ബിഗ് ഡാഡി, കഴിഞ്ഞു പോയ വർഷങ്ങളിലെല്ലാം വളരെ പ്രത്യേകിച്ച് ഈ പട്ടത്തിന്റെ ദിവസങ്ങളിലും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി അച്ഛന്റെ സമയവും ആരോഗ്യവും ചെലവഴിച്ചതിന് ഒരു പരിധിയുമില്ല. സ്നേഹം നിറഞ്ഞ പ്രൊവിൻഷ്യൽ എല്ലാ കാര്യങ്ങളിലും അപ്പനോടടുത്ത അങ്ങയുടെ പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും കരുതലിനും പ്രത്യേകമായി എന്നെ സഹകാരികനായി കൂടെ വലിയർപ്പിച്ചതിന് ഒരായിരം നന്ദി. ഫാദർ മാത്യു കോയിക്കര CMI, ഞങ്ങളുടെ വികർ പ്രൊവിൻഷ്യൽ അച്ഛ, അങ്ങ് നൽകിയ എല്ലാ സഹായത്തിനും പ്രോത്സാഹനത്തിനും വിശേഷ്യ ഇന്ന് പ്രൊവിൻഷ്യൽ ഹൗസിൽ ആദ്യ കുർബാന നടത്താൻ തന്ന അവസരത്തിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. സ്നേഹം നിറഞ്ഞ കൗൺസിലർ അച്ഛന്മാർ, അവരുടെ സേവനവും സഹകരണവുമാണ് എന്നെ ഈ പുണ്യ ദിവസം സുന്ദരമാക്കിയത്. പ്രിയ കൗൺസിലർമാരെ, എന്നെ മിസ് ചെയ്ത പ്രൊവിൻസ് ഓഡിറ്റർ മെജർച്ച, എല്ലാവർക്കും ഒരായിരം നന്ദി. ഇന്ന് കൈവപ്പ് വഴി എന്നെ ക്രിസ്തുവിന്റെ പൗരത്വത്തിലേക്ക് ഉയർത്തിയ മാർ ജോസ് ചിച്ചുപർഗ പിതാവിനെ നന്ദിയോടെ ഓർക്കുന്നു. അഭിമന്യ ഖരീം പിതാവെ, പ്രൊവിൻസിലെ സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, ബ്രദേഴ്സ്, നിങ്ങളോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. നിങ്ങൾ നൽകിയിട്ടുള്ള അനുഭവങ്ങളും ഓർമ്മകളും സൗഹൃദങ്ങളും
പ്രൊവിൻസിനോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക് യു. ഇന്നത്തെ ഈ ആഘോഷം എൻ്റേതല്ല, നമ്മുടെ പ്രൊവിൻസിൻ്റെതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളുമാണ് ഈ ആഘോഷ അനുഭവത്തെ പൂർണ്ണമാക്കുന്നത്. നമ്മുടെ പ്രൊവിൻസിൽ നിന്ന് മരണമടഞ്ഞ അച്ഛന്മാരെയും ബ്രദേഴ്സിനെയും സ്നേഹത്തോടെ ഓർക്കുന്നു. മുൻ പ്രൊവിൻഷ്യൽ അച്ഛന്മാരെയും അവരുടെ സ്നേഹത്തെയും പ്രോത്സാഹനത്തെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ അറേഞ്ച്മെന്റ്സിന് വേണ്ടി അക്ഷയം പ്രയത്നിച്ച റിജോപ്പെട്ട അച്ഛനെയും ബ്രദേഴ്സിനെയും പ്രൊവിൻഷ്യൽ ഹൗസിലെ മറ്റ് സ്റ്റാഫാംഗങ്ങളെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ സേവനം ഈ ദിവസം കൂടുതൽ ഭംഗിയാക്കി. വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ്, എന്നെ സെമിനാരിയിൽ ചേർത്തവരാണ് ഇന്ന് സഹകാർമ്മികനായിരുന്ന ജെയിംസ് കുന്തറച്ചൻ, അന്നത്തെ യൂണിവേഴ്സിറ്റി റീജിയൻ ബ്രദർ ആയിരുന്ന ആന്റണി മുല്ലച്ചൻ. എന്നും എന്റെ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ഇവരുടെ സ്നേഹത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ആസ്പിറൻസിയിൽ എന്റെ റെക്ടർസായിരുന്നു ഇന്ന് കൂടെ വിലയർപ്പിച്ച് ഹൃദയമായ വചന സന്ദേശം നൽകിയ ജോസഫ് വടക്കിപ്പുറത്താനച്ചൻ. അന്നത്തെ അസിസ്റ്റന്റ് റെക്ടർസായിരുന്നു ജോർജ് പാറക്കാട്ടിലച്ചൻ. ജീവിതത്തിൽ ഒരിക്കൽ പോലും സെമിനാരിയുടെ അഭിമുഖവുമായി ബന്ധമില്ലായിരുന്ന എനിക്ക് സെമിനാരി ജീവിതത്തിന്റെ ആരംഭം മുതൽ എന്റെ യാത്ര എളുപ്പമാക്കി തന്ന എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും ഒത്തിരി നന്ദി. നവശേഖരിലെ ഗുരുവച്ചൻ ഫാദർ ബിജു കുട്ടപ്പാട്ട് സന്യാസത്തിന്റെ ഭാരവാഹികളോടൊപ്പം എങ്ങനെ എന്റെ വ്യക്തിപരമായ ദൈവബന്ധം CMI സഭയോട് ചേർത്ത് വയ്ക്കണമെന്ന് പഠിപ്പിച്ചു തന്നത് ഗുരുവച്ചനാണ്. ആ സ്നേഹവും കരുതലും നന്ദിയോടെ ഓർക്കുന്നു. ആസ്പിറൻസിയിലും നവശേഖരിലും എനിക്ക് കിട്ടിയ ഈ ഫൗണ്ടേഷണൽ ഫോർമേഷനാണ് എന്നെ ഇന്ന് ഈ അൾത്താരയിൽ എത്തിച്ചത്. ജോസഫ് അച്ഛനും ബിജു അച്ഛനുമാണ് ഫാദർ കാരലിന്റെ അൾത്താര പാകിയതെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. പ്രിയ രക്ഷകന്മാരെ, നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ഫിലോസഫിയിൽ മാസ്റ്റർസായിരുന്നു ഫാദർ ഷിൻഡോ പുതുമറ്റത്തിൽ. അച്ഛൻ്റെയും ഫിലോസഫി ബ്രദേഴ്സിന്റെയും കൂട്ടായ്മയിലാണ് ഞാൻ തത്വശാസ്ത്രം ആസ്വദിക്കുകയും എന്റെ കഴിവുകൾ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ഉപയോഗിക്കാൻ കൂടുതൽ എക്സ്പോഷർ കിട്ടുകയും ചെയ്തത്. മാസ്റ്റർ അച്ഛ, സ്നേഹത്തിനും അവസരങ്ങൾക്കും ഒത്തിരി നന്ദി. റീജൻസിയിൽ ഡയറക്ടറായിരുന്നു ജോജോ വാക്യമണ്ഡലച്ചൻ, സുപ്പീരിയർ വർഗീസ് പാട്ടിലച്ചൻ. ദൈവങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കുട്ടികൾക്കും യുവാക്കൾക്കും ക്ലാസുകൾ എടുക്കാൻ എനിക്ക് അവസരം നൽകിയത് റീജൻസി വർഷമാണ്. പ്രൊവിൻസിലെ അംഗങ്ങളെ കൂടുതൽ പരിചയപ്പെടാൻ സാധിച്ചത് ഈ വർഷം തന്നെയാണ്. കൂടെ ഉണ്ടായിരുന്ന എല്ലാ അച്ഛന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു. തിയോളജി എന്റെ മാസ്റ്റർ അച്ഛനായിരുന്നു ഇമ്മാനുവൽ പെരേരയുടെ. ദൈവശാസ്ത്രം ആഴമായി പഠിക്കാൻ ഒരു ബാലൻസ് സ്പിരിച്വാലിറ്റി വളർത്തിയെടുക്കുവാൻ എന്നെ സഹായിച്ചത് മാസ്റ്റർ അച്ഛൻ തിയോളജിയിലെ കൂടെ ഉണ്ടായിരുന്ന ബ്രദേഴ്സുമാണ്. മാസ്റ്ററിന്റെ സ്നേഹത്തിനും കരുതലിനും ഒത്തിരി നന്ദി. ബ്രഹ്മരാമിലെ വെട്ടച്ഛന്മാരെയും സ്റ്റാഫ് അച്ഛന്മാരെയും DVKയിൽ എന്നെ പഠിപ്പിച്ചവരെയും കൂടെ പഠിച്ചവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ബാംഗ്ലൂരിലെ ദിവസങ്ങളെ നല്ല ഓർമ്മകൾ നിറഞ്ഞതാക്കിയത് അവരുടെ സ്നേഹവും സൗഹൃദവുമാണ്. ഇവ എന്നും എന്റെ മനസ്സിൽ മായാതെ കിടക്കും എന്ന് തീർച്ച. സ്പിരിച്വൽ ഡയറക്ടേഴ്സ് ആയിരുന്ന ഭാസ്കര പർവ്വതച്ഛനെയും പീറ്റർ ചറിയച്ചനെയും നന്ദിയോടെ ഓർക്കുന്നു. ഒരുപക്ഷെ സെമിനാരിയിൽ ചേർന്നപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഫോർമേഷൻ കാലഘട്ടം കഠിനമായിരിക്കും, ചാലഞ്ചിങ് ആയിരിക്കും എന്നൊക്കെയാണ്. അതെ, ഫോർമേഷൻ കാലഘട്ടം ചാലഞ്ചിങ് ആയിരിക്കും. എന്റെ എല്ലാ പ്രൊവിൻഷ്യൽ അച്ഛന്മാർ മുതൽ എല്ലാ റെക്ടർ അച്ഛന്മാർ വരെ ചാലഞ്ചിങ് ആയിരിക്കും. അവർക്ക് യേശുവിനോടും സഭയോടുമുള്ള കമ്മിറ്റ്മെന്റ് വിശ്വസ്തതയും ജീവിതത്തിൽ പരിശീലിക്കാൻ എനിക്കൊരു വലിയ ചാലഞ്ചായിരുന്നു. ഫോർമേഷൻ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ മുന്നോട്ട് നയിച്ച പ്രൊഫഷണൽ അച്ഛന്മാർക്കും അധ്യാപകർക്കും റെക്ടർ അച്ഛന്മാർക്കും ഞാൻ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അർപ്പിക്കുന്നു. ഫസ്റ്റ് ഹോളി മാസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത എല്ലാ അച്ഛന്മാർക്കും, തിരുക്കർമ്മങ്ങൾ ഭംഗിയാക്കാൻ സഹകരിച്ചവർക്ക്, MC അച്ഛൻ, ചാപ്പിൻ അച്ഛൻ, മറ്റ് ബ്രദേഴ്സിനും അവരുടെ എല്ലാ സഹായത്തിനും ബിഗ് താങ്ക് യു. എന്റെ ബാച്ച്മേറ്റ്സിനോടാണ് പ്രത്യേകം നന്ദി പറയുന്നത്. ഫോർമേഷൻ വഴി പരസ്പരം പിന്തുണച്ചും പ്രാർത്ഥിച്ചും പഠിപ്പിച്ചും സൗഹൃദം പങ്കിട്ടുള്ള ബന്ധം ഇന്ന് എന്റെ ജീവിതത്തിലെ വലിയ അലങ്കാരമാണ്. ബാച്ചിൽ ഒരേ വൈകുന്നവരെയും ഒരേ മണ്ഡലം ചെയ്യുന്നവരെയും കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്. സ്നേഹം നിറഞ്ഞ അലസച്ച, ആശികച്ച, ജെറിലച്ച, സെമിലച്ച, ബാച്ചിലെ അച്ഛന്മാരെ ഒരായിരം നന്ദി. എന്റെ ഇടവകയായിരുന്ന വാഴക്കാലയിലും തേവയ്ക്കലിലും ഈസ്റ്റിൽ കോഴിക്കോടിലുമുള്ള
ചർച്ച് ആനപ്പാലയിലെ, ഹോളി ഫാമിലി ചർച്ച് കോൺഗ്രസ് ആലുവയിലെ സെന്റ് ആന്റണീസ് മൊണാസ്ട്രി ചർച്ചിലെയും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും വിശ്വാസികളെയും ഒക്കെ നന്ദിയോടെ ഓർക്കുന്നു. പാരിഷ് ജീവിതത്തിന്റെ യഥാർത്ഥ മാനവും സന്തോഷവും നിങ്ങളിലൂടെയാണ് ഞാൻ കണ്ടത്. നിങ്ങൾ തന്ന അനുഭവങ്ങൾ എനിക്ക് എന്നും ആത്മീയമായ മുതൽക്കൂട്ടാണ്. നിങ്ങൾ തന്ന സ്നേഹപലഹാരങ്ങൾ എന്റെ ശരീരത്തിനും മുതൽക്കൂട്ടാണ്. അച്ഛന്മാരെ, മാതാപിതാക്കളെ, കൂട്ടുകാരെ, എല്ലാ ഓർമ്മകൾക്കും ഒരായിരം നന്ദി. ഞാൻ ഡീക്കൻ മിനിസ്റ്റർ ചെയ്ത് സെന്റ് മേരീസ് കോളേജ് ചർച്ച് പള്ളിപ്പുറത്തെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും വിശ്വാസികളെയും സ്നേഹത്തോടെ ഓർക്കുന്നു. അവരുടെ കരുതലും പ്രാർത്ഥനയും അനുഗ്രഹവും ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ ഓപ്പൺനെസ് എന്റെ ഡീക്കൻ മിനിസ്ട്രിയുടെ കാലഘട്ടം സുന്ദരമാണ്. പള്ളിപ്പുറത്തെ അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, മാതാപിതാക്കളെ, കൂട്ടുകാരെ, നിങ്ങൾ എനിക്കെന്നും ഒരു പ്രോത്സാഹനമാണ്. എന്റെ വിളിയും ആത്മീയ വളർച്ചയും പ്രോത്സാഹിപ്പിച്ച എല്ലാ സിസ്റ്റർമാരുടെ പ്രാർത്ഥനകളും സ്നേഹത്തിൽ ഒരായിരുന്നു. എന്റെ സ്കൂൾ ഭവൻ സ്വർണ്ണ വിദ്യാലയത്തിലേക്കാക്കാൻ എന്റെ കഴിവുകൾ വളർത്തിയെടുക്കാൻ എന്നെ സഹായിച്ചതും അടുത്തതായിട്ടതും സ്കൂൾ കാലഘട്ടമാണ്. വളരെ ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും കോൺട്രിബ്യൂഷനും സപ്പോർട്ടും പ്രാർത്ഥനയും എന്റെ വൈദിക പരിശീലനത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നാണ്. എന്റെ കോളേജ് രാജകീയ എഞ്ചിനീയറിംഗ് കോളേജ് അനുഭവങ്ങളാണ് എന്നെ മാനസികമായി രൂപപ്പെടുത്തിയത്. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ നൽകിയത് എന്റെ കോളേജാണ്. അവിടെ നിന്ന് ലഭിച്ച കഴിവുകളും പാഠങ്ങളുമാണ് ഞാൻ സെമിനാറിൽ വെച്ച് വളർത്തിയെടുത്തത്. കൂട്ടുകാരുടെയും ടീച്ചേഴ്സിന്റെയും സപ്പോർട്ടും സ്നേഹവും കരുതലും എന്നും എന്റെ ദൈവവിളിക്ക് ഒരു കരുത്തായിരുന്നു. സ്കൂളിലെയും കോളേജിലെയും അധ്യാപകരോടും സഹപാഠികളോടും ഹൃദയം നിറഞ്ഞ നന്ദി. ജീസസ് മൂവ്മെന്റ് എന്റെ വിശ്വാസ ജീവിതത്തെ രൂപപ്പെടുത്തിയ സെക്കൻഡ് ഹോമാണ്. ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം തിരിച്ചറിയാൻ സഹായിച്ച എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു മൂവ്മെന്റ്. ഇന്ന് ജീസസ് യൂത്തിൽ നിന്ന് കൂടെ ബലിയർപ്പിച്ച ഓൾ കേരള തിയേറ്റർ മിനിസ്ട്രിയുടെ ചാപ്പലിൽ ആനന്ദച്ചനെ ഇക്കാലമൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നോട് സ്നേഹം കാണിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ ജൈവയ അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകമായി വിഞ്ഞാട് വിലയിലെ എല്ലാ അംഗങ്ങൾക്കും ആഴത്തിലുള്ള നന്ദി. ജീസസിലെ തിയേറ്റർ മിനിസ്ട്രിയിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. ഡാൻസ് കളിക്കുമ്പോഴും ഡ്രാമ അഭിനയിക്കുമ്പോഴും യേശുവിനെ എങ്ങനെ ചേർത്ത് പിടിക്കാം എന്ന് പഠിപ്പിച്ച ചേട്ടന്മാർക്കും കൂട്ടുകാർക്കും ഒരായിരം നന്ദി. ഒരുപക്ഷെ ഞാൻ അച്ഛനാവാൻ കൂടുതൽ കൊതിച്ചിരുന്നവർ തിയേറ്റർ മിനിസ്ട്രിയിലെ അംഗങ്ങളായിരിക്കും. അവരുടെ പ്രാർത്ഥനയും പിന്തുണയും എന്നും എനിക്ക് സഹായമാണ്. ജീസസ് യൂത്തിൽ നിന്ന് ഞാൻ അച്ഛനാകാൻ കൊതിച്ച് കാത്തിരുന്ന മറ്റൊരു കൂട്ടുകാരുടെ കൂട്ടായ്മയാണ് ബോക്സ് ക്രിസ്റ്റി ബാങ്ക്. ഒരുപക്ഷെ പല പല ജീവിത സാഹചര്യങ്ങളിലും വ്യത്യസ്ത ജോലി മേഖലകളിൽ ആയിരിക്കുമ്പോഴും ഈശ്വരോടുള്ള സ്നേഹത്തെ പ്രതി ഒരുമിച്ച് വരുവാനും യൂത്തിനും ടീനേജേഴ്സിനും മ്യൂസിക്കിലൂടെയും ഡാൻസിലൂടെയും യേശുവിനെ പകർന്നു കൊടുക്കുവാനും എനിക്കെന്ന് പ്രോത്സാഹനം നൽകിയത് ബോക്സ് ക്രിസ്റ്റിയാണ്. ബാങ്കിനോടൊപ്പമുള്ള എന്റെ ഓർമ്മകൾ എന്റെ ആത്മീയ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാണ്. അവരുടെ പ്രാർത്ഥനയും കരുതലും പ്രോത്സാഹനവും ഇന്ന് എനിക്ക് കരുത്താണ്. ഈ വിലയിൽ സഹായിച്ച ജയവയങ്ങളും ബോക്സ് ക്രിസ്റ്റി ബാൻഡിൽ ഒരായിരം നന്ദി. ഇന്നീ ദിവസം ശബ്ദം ക്രമീകരിച്ചതും എന്നെ ചെറുപ്പം മുതൽ അറിയാവുന്നതുമായ കുഞ്ഞോചേട്ടനെ അലങ്കാരം, ഭക്ഷണം തുടങ്ങിയ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. അപ്പയുടെ കുടുംബമായ കുന്നത്തപ്പുഴ കുടുംബത്തെയും മമ്മിയുടെ കുടുംബമായ ചക്കാലക്കൽ കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു. സ്വർഗത്തിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഗ്രാൻഡ് പേരൻസിനെയും 3 തലമുറയോളം കാണാൻ ഭാഗ്യം കിട്ടിയ അമ്മാമ്മയെയും അമ്മാമ്മയുടെ പ്രാർത്ഥന സഹായത്തെയും നന്ദിയോടെ ഓർക്കുന്നു. എന്റെ ഗോഡ് പേരൻസായ കുര്യാച്ചനെയും റാണി ചേച്ചിയും നന്ദിയോടെ ഓർക്കുന്നു. 2 കുടുംബത്തിലെയും അങ്കിൾമാരും ആന്റിമാരും കസിൻസുമാണ് മാസങ്ങളായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇന്നേ ദിവസം കുർബാനയുടെയും മറ്റെല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും ചെയ്തത്. ഓൾട്ടർ ഏഞ്ചൽസ്, കാഴ്ചവെപ്പ് പ്രാർത്ഥനകൾ, കൊയർ, ഡെക്കോ എല്ലാം ഒരുക്കിയത് അവരാണ്. എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, പ്രോത്സാഹനം, കൂട്ടായ്മ ഇവയൊക്കെയാണ് എന്റെ റിയൽ സ്പിരിച്വൽ റൂട്ട്സ്. താങ്ക് യു ഡിയർ ഫാമിലി ഫോർ ഓൾവേസ് holding me close in your hearts. ചേച്ചിയും ഫാമിലി, അച്ചാച്ചയും അമ്മച്ചിയും, ജോം ചേട്ടനെയും, അനുപമ ചേച്ചിയും, ജെറോണയും എബ്രക്കിനെയും, ജിം ചേട്ടനെയും, ജോഹാനെയും സേറയും ഞങ്ങൾക്ക് കിട്ടിയ ഒരു കോംബോ പാക്കാണ്. ജോഷി സാറും മോണി ടീച്ചറും ബേസിക്കലി ടീച്ചേഴ്സ് ആണെങ്കിലും
സ്റ്റുഡൻസിനെ പോലെ വീട്ടിലെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ക്യൂരിയോസിറ്റിയോടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി സഹായം നൽകുവാൻ എപ്പോഴും കൂടെയുണ്ട്. അച്ചാച്ചൻ്റെയും അമ്മച്ചയുടെയും ജോർജേട്ടൻ്റെയും ഫാമിലിയുടെയും പ്രാർത്ഥനയും സഹായവും എനിക്ക് പകരം നൽകാനാവാത്ത സമ്മാനമാണ്. ജൊഹാനും സേറയും ഞാനുമാണ് കുടുംബത്തിലെ ദ ത്രീ മസ്കറ്റേഴ്സ്. അവരുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന എന്നും എനിക്ക് കൂട്ടാണ്. അവരുടെ കരോളങ്ങളെ കരോളച്ച എന്ന് വിളിക്കാൻ അവർ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ജിം ചേട്ടൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ്. എന്റെ പോയത് ഫ്ലൂട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏതൊരു ആർട്ടിസ്റ്റിനുമുള്ള കഴിവാണ് സാഹചര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നത്. ലവിംഗ് ഇസ് ആൻ ആർട്ട്. ഞാൻ സെമിനാരിയിലായതുകൊണ്ട് കുടുംബത്തിലെ മകനായി എല്ലാവരോടും പൊരുത്തപ്പെട്ടും സ്നേഹിക്കുന്നതും കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതും ചേട്ടന്റെ വലിയ മനസ്സാണ്. ജിം ചേട്ട സ്വന്തം എന്ന പോലെ സ്നേഹിക്കുന്നതിനുള്ള ചേട്ടന്റെ കലാപരമായ നൈപുണ്യം എന്നും ഒരു മുതൽക്കൂട്ടാണ്. ചേച്ചി ഒരു സെക്കൻഡ് അമ്മയായിരുന്നു. ഞങ്ങൾ തമ്മിൽ പ്രായവ്യത്യാസം ഉള്ളതുകൊണ്ടല്ല, ഇടയ്ക്കിടയ്ക്ക് എന്നോട് മുടി വെട്ടാൻ പറയുന്നത് കൊണ്ടല്ല. എന്റെ ഓർമ്മയിൽ സ്കൂൾ കാലം തൊട്ട് എന്നെ പലതും പഠിപ്പിച്ചത് ചേച്ചിയാണ്. സൈക്കിൾ ചവിട്ടാനും ജിമെയിൽ അക്കൗണ്ട് തുടങ്ങാനും മാത്രമല്ല, ദൈവബന്ധത്തിന്റെയും മനുഷ്യബന്ധങ്ങളുടെയും മൂല്യം ആഴത്തിൽ മനസ്സിലാക്കുവാനും ചേച്ചിയായിരുന്നു മോഡൽ. ഞാൻ ഒരിക്കൽ പോലും ചേച്ചിയോട് ചോദിച്ചിട്ടില്ല ഞാൻ സെമിനാരിയിൽ പോയിക്കോട്ടെ എന്ന്. എന്നിട്ടും എന്റെ ഇഷ്ടത്തിന് തടസ്സം നിൽക്കാതെ പപ്പയും അമ്മയും നോക്കുന്നതിനും ഒരു മകന്റെയും മകളുടെയും കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിനും ചേച്ചി സ്വയം അഡ്ജസ്റ്റ് ചെയ്യുകയും സാക്രിഫൈസ് ചെയ്യുകയുമായിരുന്നു. ടീസ്മോൾ ചേച്ചിയുടെ സ്നേഹവും സാക്രിഫൈസും ആത്മാർത്ഥതയും എല്ലാം എനിക്കുന്ന ശക്തിയാണ്. Love you to the moon and back, and thank you from the depth of my heart. ഇന്നത്തെ കോർഡിനേഷൻ എംസിക്കും ചേച്ചിയും കുടുംബത്തെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പപ്പ ആൻഡ് മമ്മി, വാക്കുകളിൽ ഒതുങ്ങാത്ത നന്ദിയാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. സ്റ്റേജിൽ പ്രസംഗിക്കുന്ന കെ ജോസഫിനെയും ഡോക്ടർ കൊച്ചറാണിയുമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. എങ്കിലും ഞാൻ കണ്ടിരിക്കുന്ന പപ്പയും മമ്മിയും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിനും സഭയ്ക്കും വേണ്ടി സഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ്. നൗഷീത്തിൽ 1 വർഷം കഴിഞ്ഞ് അവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് താങ്ക് യു ഫോർ മേക്കിംഗ് മീ എ കാത്തലിക് എന്നാണ്. എന്നാൽ ഇന്ന് ഞാൻ പറയുക താങ്ക് യു ഫോർ മേക്കിംഗ് മീ കാരൽ എന്നാണ്. അവരുടെ വിശ്വാസവും സ്നേഹവും കരുതലും കഠിനാധ്വാനവുമാണ് ഇന്നെന്റെ ജീവിതത്തിന്റെ അടിത്തറ. അവരാണ് എന്റെ ഫസ്റ്റ് സിഗ്നേച്ചർ. ഞാൻ സെമിനാരിൽ ചേർന്നപ്പോൾ ഞാൻ കാണാതിരുന്ന് കഴിഞ്ഞത്, രോഗങ്ങളും സമ്മാനങ്ങളും എന്നെ അറിയിക്കാതിരുന്നത് എന്റെ വിളിയോടുള്ള നിങ്ങളുടെ സ്നേഹമാണ്. ഞാൻ സെമിനാരിൽ പോയപ്പോൾ you didn't stop me, instead you blessed me. That blessing is what brought me safely to this altar today. കുഞ്ഞിലെ എത്ര വഴക്കിട്ടാലും മമ്മി വീണ്ടും വീണ്ടും ഭക്ഷണം തരുന്നതും രാത്രി കിടക്കുമ്പോൾ പപ്പ വീണ്ടും വീണ്ടും വന്ന് പുതപ്പിക്കുന്നതും എന്റെ മനസ്സിൽ മായാത്ത ഓർമ്മകളാണ്. അതുകൊണ്ട് തന്നെ ദൈവസ്നേഹം അപ്പന്റെയും അമ്മയുടെയും പോലത്തെ പോരാത്ത സ്നേഹമാണ് എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് എളുപ്പമായിരുന്നു. പപ്പ, മമ്മി, താങ്ക് യു ഫോർ വാട്ട് യു ആർ ആൻഡ് വാട്ട് യു ഹാവ് ഗിവൻ. ഇന്ന് കുർബാനയ്ക്ക് ശേഷം കൈമുട്ടുന്നതിനേക്കാൾ ഞാൻ കാത്തിരിക്കുന്നത് കുഞ്ഞിനെ എന്നും ചെയ്തുകൊണ്ടിരുന്നത് പോലെ എന്റെ നെറ്റിയിൽ നിങ്ങൾ കുരിശ് വരച്ച് അനുഗ്രഹിക്കുന്നതാണ്. പപ്പ ആൻഡ് മമ്മി, യു ആർ ഇൻ മൈ ഹാർട്ട് ആൻഡ് മൈ പ്രേയേഴ്സ്. യു ഷാൽ ബി ഇൻ ദേർ forever. My greatest wish is that you are happy when you think of me. I am when I think of you. ഇന്ന് രാജ്യങ്ങളിൽ പങ്കുചേർന്ന എല്ലാ അച്ഛന്മാർക്കും ബ്രദേഴ്സിനും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒരായിരം നന്ദി. അവസാനമായി ആരെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ദിസ് ഓഡിയൻസ് നിർത്തുകയാണ്. കർത്താവേ, നിന്നെ നിന്ന് തന്നെയാണ് എല്ലാം ആരംഭിച്ചത്. അതുപോലെ തന്നെ ആയിരിക്കും ഇനിയുള്ള എൻ്റെ ഓരോ ദിവസവും. എന്നെ അങ്ങയുടെ കരുണയിൽ പൊതിഞ്ഞു പിടിക്കണമേ. നിങ്ങളെല്ലാവരും എൻ്റെ ഭാവിയിലുള്ള സന്യാസ പൗരോഹിത്യ ജീവിതത്തിനായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എനിക്ക് ശക്തിയാകട്ടെ. I love you, O Lord, my strength. Praise be to Jesus now and forever. Thank you. This was a Thanksgiving video. The videos
Seeing him go through a lot of challenges in life, the way he has gone through, the bold decisions he has taken, the sacrifices and the prayers that he has gone through. When I see my brothers at peace today, I say, thank you, Lord. Thank you for all the blessings you've given us. And I truly stand here in this moment with inner pride and gratitude. ഈ ഒരു നിമിഷം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കേരളത്തിനോട് പറയാനുള്ളത് ഈശോ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. എന്നും ഈശോയോട് എന്നും അടുത്തിരിക്കട്ടെ. ഒരുപാട് പേരെ ഈശോയോട് അടുപ്പിക്കട്ടെ. ഈശോയോടൊപ്പം എന്നും പറയാറ് ദൈവത്തിനോട് എന്നും അടുത്തിരുന്ന് ഒരുപാട് പേരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കേരളത്തിന് സാധിക്കട്ടെ. ഈ ഒരു വർഷം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും അനുഭവമുള്ള ഒരു വർഷമായിരുന്നു. പ്രത്യേകിച്ചും പപ്പയുടെ 70th ബർത്ത്ഡേ ആണ് ഈ വർഷം. പപ്പയും മമ്മിയുടെയും 40th വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾക്ക് ഇത് വലിയൊരു ആഘോഷമാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാവരെയും വിളിച്ച് വലിയൊരു സെലിബ്രേഷൻ ആക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അതിന് ഏറ്റവും ഉത്തമമായ ദിവസം ഇന്നാണ്. കേരളത്തിൽ വെടിയർപ്പിക്കുമ്പോൾ ആ വെടിയോട് ചേർന്ന് നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു കേക്ക് കട്ടിംഗ് സെറമണി ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഈ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. I invite Papa and Mommy to please come forward for the cake cutting celebration. ഇപ്പോൾ നമ്മൾ ഫോട്ടോ സെഷനിലേക്ക് കടക്കുകയാണ്. നവവൈദികരോടൊപ്പം ഫോട്ടോ എടുത്തതായി സർ മമ്മിയുടെയും മറ്റച്ഛന്മാരെയും ബ്രദേഴ്സിനെയും ക്ഷണിക്കുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല
സർവതും നിന്ദാനം സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങിൻ മുമ്പേ പോയാൽ ഭയമെവിടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാൻ